പാകിസ്ഥാനിലുള്ള അമേരിക്കൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നു. പൗരന്മാരോട് പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും അവിടെയുള്ള പൗരന്മാർ ജാഗ്രത പാലിക്കാനുമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി സുന്നി ഷിയ വിഭാഗങ്ങൾ ഏറ്റുമുട്ടുന്ന ഖൈബർ പഖ്തൂൺ മേഖല ഒഴിവാക്കണമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ 100 പേർ കൊല്ലപ്പെട്ട കാര്യം മനസ്സിലാക്കണമെന്നും കൂടി ഇതിനർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിലേക്കാണ് എല്ലാവരുടെയും സംശയം പോകുന്നത്. അതിൽ പറയുന്ന കാര്യം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് അതിൽ പറയുന്ന മറ്റൊരു കാര്യം. ഒപ്പം തന്നെ പെഷവാറിലെ സെറീന ഹോട്ടൽ, ഗോൾഫ് സീ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള യാത്ര ഒഴിവാക്കണം. നിലവിൽ അവിടെ ഉള്ളവർ എത്രയും പെട്ടെന്ന് മടങ്ങണം എന്നുകൂടി പറയുന്നു. തിരിച്ചറിയൽ രേഖകൾ കൈവശം വെക്കണം, എംബസിയുമായി നിരന്തരം ബന്ധപ്പെടണം, പ്രാദേശികമായിട്ടുള്ള വാർത്തകൾ ശ്രദ്ധിക്കണം എന്നുകൂടി പറയുന്നു. ഇവിടെ ഒരു സംശയം ഉയരുന്നത്, പാകിസ്ഥാനിലെ സ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നു, ആഭ്യന്തര കലാപത്തിൻ്റെ പിടിയിലാണ്. ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യ പാക് ബോർഡറിൽ ഒരു സൈനിക നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം അമേരിക്ക അവരുടെ പൗരന്മാരുടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ വിടണം, ഒഴിയണം എന്ന് തന്നെയാണ്. ഇവിടെയാണ് ഈ സംശയം ഉടലെടുക്കുന്നത്. ഒന്നുകിൽ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം രൂക്ഷമാകും എന്ന അമേരിക്കയുടെ ഇൻ്റലിജൻസിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകാം പറഞ്ഞത്. അതല്ല എങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായി ഒരു സർജിക്കൽ സ്ട്രൈക്കോ ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാം. ഏതായാലും കാരണം ഇതുവരെ അമേരിക്ക വ്യക്തമാക്കിയിട്ടുമില്ല.